ഇന്ന് രാത്രി ദേശത്തോട് ദൈവം സംസാരിക്കുന്നു. കരുതുന്ന ഒരു ജീവനുള്ളവനുണ്ട്. നീ കലങ്ങുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീരിന്റെ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അന്ന് രാത്രിയിലെ ഉപദേശിക്ക് കിട്ടിയ പാട്ട് ഞങ്ങളുടെ ദേശത്തിനകത്ത് ഉപദേശി സ്തോത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ പാട്ട് പാടി എന്നെ ആരാധിക്കണോ. തൻ്റെ മുഴുവൻ ആർജവും ശബ്ദവും എടുത്തു പതിഞ്ഞ സ്വരത്തെക്കാൾ കവിയുന്ന ശബ്ദത്തോടെ ഈ മനുഷ്യൻ ഈ പാട്ട് പാടി ആരാധിക്കാൻ തുടങ്ങി. എനിക്കിന്നും അറിയത്തില്ല അച്ഛാ, ആ പാട്ട് അവിടെ ഇരുന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനികളെ സ്പർശിച്ചൊന്നും എനിക്കും ഇന്നും അറിയാൻ പാടില്ല. പക്ഷെ 2 വീടപ്പുറം മാറി ശാപം പിടിച്ച വീടിന്റെ മുറ്റത്തിൽ ചാകാനിരിക്കുന്ന എൻ്റെ മാതാവിൻ്റെ കാതിനകത്തല്ല, ഹൃദയത്തിനകത്തേക്ക് ആ വരി വന്ന് പതിച്ചു. എൻ്റെ അഭിഷക്തന്മാരെ, നമ്മളൊക്കെ പാട്ട് പാടുമ്പോൾ ജനം ചിന്തിക്കുന്നത് ഇത് വലിയ ശുശ്രൂഷയൊന്നുമല്ല, പ്രസംഗമാ വലിയ ശുശ്രൂഷ. ഞാൻ ഇന്ന് രാത്രി എൻ്റെ അനുഭവത്തെ തിരിച്ചു പറയാം. പ്രസംഗത്തെക്കാൾ ഒരു പവർ പാട്ടിനുണ്ട്. ഏത് മനസ്സുകളെ തൊടാൻ പാട്ടിന്റെ വരികൾക്ക് മനസ്സിലാകുന്നവർ. പ്രസംഗം എല്ലാവർക്കും പിടികിട്ടുള്ള നിർബന്ധമില്ല, പക്ഷേ പാട്ടിനകത്തുള്ളൊരു ആത്മസാന്നിധ്യം ഏത് മനുഷ്യന്റെ മനസ്സിനെ തൊടുന്നതാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. അന്ന് രാത്രിയിൽ ഈ പാട്ടിന്റെ വരികൾ എൻ്റെ മാതാവിന്റെ കാതിനകത്തേക്ക് വന്ന് പതിച്ചു. ആദ്യമായി എൻ്റെ അമ്മ ജീവനുള്ള യേശുവിനോട് ചോദിക്കാൻ തുടങ്ങി, കരുതുന്നവൻ നീയാണോ? കലങ്ങുന്നത് എന്തിനാന്ന് ചോദിക്കുന്നവൻ നീയാണോ? പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹൈന്ദവ വിശ്വാസപ്രകാരം നായർ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൾ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ പോയിരിക്കുന്നത് ശരിയല്ലെന്ന് ചിന്തിച്ച് എൻ്റെ മാതാവ് അതിനകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ പാട്ടിന്റെ 2ാം സ്റ്റാൻസ് എത്തി. അച്ഛാ, അബ്രഹാമിന്റെ ദൈവമല്ലയോ ഞാൻ നിനക്കായി അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ഈ വരി കൂടെ കേട്ടപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുള്ള കസേര വിട്ട് ചാടിയിരുന്നിട്ട് എൻ്റെ മാതാവ് വീട്ടിലെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. നിങ്ങളുടെ ഇതിനകത്ത് സഹോദരിമാരെ കണ്ടോ, സഹോദരന്മാരെ കണ്ടോ? നിങ്ങൾ ഈ പന്തലിന്റെ നടുവിൽ സന്തോഷത്തോടെ വന്നിരിക്കുന്നത് പോലെ എൻ്റെ മാതാവിന് വന്നിരിക്കാൻ അറിയാൻ പാടില്ല. അങ്ങനെ യോഗത്തിൽ പോയിരുന്ന പ്രശ്നമാ, ക്രിസ്ത്യാനികളെ യോഗത്തിൽ ഹിന്ദുക്കൾ പോയിരുന്ന പ്രശ്നമായെന്ന് ചിന്തിച്ച് എൻ്റെ മാതാവ് ആരും കാണാതെ ഈ മിറ്റത്തിന്റെ ഓരം ഇങ്ങനെ തെന്നി മാറി, ആരെ ശ്രദ്ധപ്പെടാതെ മിറ്റത്തിന്റെ ഏറ്റവും പുറകുവശത്ത് ആ വീട്ടുകാർ നട്ടൊരു വാഴയുണ്ട്. ആ വാഴയുടെ ചെളിക്കൂട്ടത്തിനകത്ത് എൻ്റെ മാതാവ് ഇങ്ങനെ പോയിരുന്നു. ആരെയും കണ്ണിപ്പെട്ടില്ല. അവിടെ ഇരുന്നു കൊണ്ട് ആദ്യത്തെ പെന്തക്കോസിന്റെ പ്രാർത്ഥന എൻ്റെ മാതാവ് പ്രാർത്ഥിച്ചു. എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഒരു വാക്ക് ഞാൻ ഇറങ്ങി പറയൂ. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുന്നത് പമ്പലിന്റെ കീഴിലല്ല, ഒരു AC റൂമിനകത്ത് ശീതീകരിച്ച അന്തരീക്ഷത്തിലല്ല, ഒരു ഫാനിന്റെ തണലിലല്ല. ആമേൻ. പെന്തക്കോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന മാതാവ് പ്രാർത്ഥിക്കുന്നതേ ഒരു വാഴയുടെ ചെളിക്കൂട്ടത്തിലിരുന്ന ദൂത്. ഞാൻ പറയാ, നീ അവിടെ ഇരുന്നാലും നിന്നെ കാണാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. നീ പന്തലി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല സഹോദര. നീ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും, നീ വീടിന്റെ റൂമിനകത്തിരുന്ന ഈ സന്ദേശം കേൾക്കുന്നെങ്കിലും, ഇതെനിക്ക് കേൾക്കണ്ട എന്ന് വെച്ച് നീ കഥകടച്ചിരിക്കുന്നവനാണെങ്കിലും, ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്ത് നിന്നെ അന്വേഷിക്കുന്ന ഒരു ജീവനുള്ളവനുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ മാതാവ് ചോദിച്ചു, ഞാൻ ഇവിടെ വന്നിരുന്നത് ക്രിസ്ത്യാനികൾ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയുടെ ആദ്യത്തെ പ്രാർത്ഥന, ഞാൻ ഇവിടെ വന്നിരുന്ന ഉപദേശി കണ്ടിട്ടില്ല. പക്ഷെ എന്നെ ഈ വാടിയുടെ മറവിൽ കാണാൻ കഴിവുള്ള 2 കണ്ണുകളുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ, എനിക്കിന്ന് രാത്രി നിന്നെ ഒന്ന് കാണണം. എൻ്റെ അമ്മയുടെ അടുത്ത പ്രാർത്ഥന വാചകം എന്നാണെന്നറിയാമോ? ഞാൻ കൊണ്ടുവച്ച പൂജാവസ്തുക്കൾ ഒരു ദൈവവും കൈകൊണ്ട് തൊടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സഹോദരൻ, ഇതൊരു മനുഷ്യന്റെ വികാരത്തെ വ്രണപ്പെടുത്താൻ ഞാൻ പറയണ വാക്കല്ല, എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തെ ഞാൻ അടർത്തിയെടുത്ത് പറയാം. എൻ്റെ അമ്മ ആദ്യം പറഞ്ഞത് ഇതാ, ഞാൻ കൊണ്ടുവച്ച പൂജാവസ്തുക്കൾ ഒരു ദൈവവും കൈകൊണ്ട് തൊട്ടതായി എനിക്കറിയാൻ പാടില്ല. ഞാൻ കൊണ്ടുവച്ച നിവേദ്യങ്ങൾ കൈകൊണ്ട് എടുത്ത് ഭക്ഷിച്ചൊരു ദൈവത്തെയും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, കൈകാലികൾ ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ആമേൻ സ്വത്ര സ്പർശിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെങ്കിൽ, വായ് കൊണ്ട് എന്നോട് സംസാരിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വാഴിയുടെ മറവിലേക്കൊന്ന് ഇറങ്ങി വാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. പെന്തക്കോസിൽ ആദ്യത്തെ മാതാവിന്റെ പ്രാർത്ഥന, ജീവനുള്ളവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇറങ്ങി വാ, എനിക്ക് നിന്നെ കാണണം. താനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അമ്മ അടുത്ത് പറയുന്ന വാക്ക്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അമ്മ അടുത്ത വാക്ക് ഞാൻ എവിടെയും അത് പറയൂ. എന്റെ മാതാവ് അടുത്ത് പറഞ്ഞ വാക്ക് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരുത്തരെ കാണുകയാണ്, തേജസ്സിനെയൊക്കെ വാരി ചുറ്റിയിട്ട് മഹത്വത്തിന്റെ സിംഹാസനത്തിനകത്തുന്നു മേഘത്തിൽ നിന്നും ഒരുവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. അവന് 2 കൈകളുണ്ട്, അവന് 2 കാലുകളുണ്ട്. കണ്ടാൽ മനുഷ്യനെ പോലെ തോന്നും, പക്ഷേ അവൻ ഇറങ്ങി വന്നത് ഒരു മേഘത്തിന്റെ നടുവില. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന ദൈവമേ അമ്മൂമ്മ കഥയുടെ ദൈവമല്ല, കെട്ടുകഥയുടെ ദൈവമല്ല. ചരിത്രത്തെ AD എന്നും BC എന്നും 2ആയി തിരിച്ചവൻ, ഒരിടത്ത് ഒരപ്പൂപ്പ ജീവിച്ചിട്ട് അതല്ല യേശു. യേശു ജീവനുള്ളവനാണ്. മനസ്സിലാകുന്നവർക്കായി രക്തത്താൽ ജയമെടുക്കുന്നു. അന്ന് രാത്രി എൻ്റെ മാതാവ് അവിടെ ഇരുന്നു കൊണ്ട് ഈ കാഴ്ച കാണുക. എൻ്റെ ശുശ്രൂഷയിലെ അല്പമൊക്കെ ക്ഷീണം വരുമ്പോൾ ഓടി വന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കും, സാക്ഷി ഒന്നുകൂടെ പറ.
കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, സാക്ഷി ഒന്നുകൂടെ പറ. അമ്മ പറഞ്ഞു, എത്രയും പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മടുപ്പ് തോന്നുകയല്ലേ, ബോറില്ലേ നിനക്ക്? ഇല്ലച്ചാ, ഇപ്പോഴും കേൾക്കുമ്പോൾ അകത്തൊരു ജീവൻ വാടുന്നത് പോലെ. സ്തോത്രം. യേശുവിനെ കണ്ടു എന്നുള്ള ഭാഗം പറയുമ്പോൾ ഞാൻ ചോദിക്കും, മുഖം കണ്ടായിരുന്നോ? അമ്മ പറയും, മുഖം മാത്രം കണ്ടില്ലടോ, അത് തേജസ് വാരിച്ചിട്ടൊരു മുഖമായിരുന്നു. പക്ഷെ അവൻ എന്നെ തൊടുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. തൊട്ടതാരാ എന്നറിയാൻ വേണ്ടി എൻ്റെ അമ്മ കണ്ണു തുറന്നു. തൊട്ടതാരാ എന്നറിയാൻ വേണ്ടി എൻ്റെ അമ്മ കണ്ണു തുറന്നപ്പോൾ തനിക്ക് മനസ്സിലാകുന്നേ, അച്ഛാ ഇപ്പൊ താനിരിക്കുന്ന വാടിയുടെ മറവിലല്ല, ആ മീറ്റിംഗിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തുറയില്ല. ഇതിനിടയിൽ വെച്ച് എഴുന്നേറ്റതറിയില്ല, നടന്നതറിയില്ല, ഈ 6-7 സെക്കൻഡിൽ എഴുന്നേറ്റ് വന്നിരുന്നറിയില്ല. ഇന്ന് രാത്രിയിലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന സഭയോട് ഞാൻ പറയാം, നീ പോലും അറിയാതെ നിന്നെ ആത്മവിവശതയിൽ എടുത്തുകൊണ്ടുപോകാൻ കഴിവുള്ളൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഫിലിപ്പോസേ, നീ പോലും അറിയാതെ നിന്നെ ആസ്തോദിനകത്ത് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ജീസസ്. അന്ന് രാത്രിയിൽ മീറ്റിങ്ങിന്റെ ഫ്രണ്ടിൽ തുറയിലിരുന്നപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം തോളത്തോട് തോളിട്ട് ചോദിച്ചു, ഇത് അർജുനൻകുട്ടിയുടെ ഭാര്യയല്ലേ? അതെ. ഇവളെങ്ങനെ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ വന്ന്? എൻ്റെ മാതാവ് തിരിച്ചൊരു വാക്ക് പറഞ്ഞു വെച്ചാൽ, ആ വാക്കാ കഴിഞ്ഞ 19 വർഷങ്ങളായി എന്നെ പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുന്നേ. തമ്പുരാന്റെ കൃപയാൽ 14 വയസ്സിൽ എൻ്റെ പ്രസംഗ ജീവിതം ഞാൻ ആരംഭിക്കുന്നേ. ദൈവകൃപയാൽ കഴിഞ്ഞ 19 വർഷങ്ങളായി പ്രസംഗിക്കാൻ ഒരു ഭാഗ്യ ദൈവം എനിക്ക് നൽകുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറയാം, ആ വാക്ക്, എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് എന്നെ പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുന്നത്. ആമേൻ. സ്തോത്രം. എൻ്റെ മാതാവ് തിരിച്ച് ക്രിസ്ത്യാനികളോട് പറഞ്ഞു, അയ്യോ, നിങ്ങൾ വിളിച്ചിട്ടല്ല ഞാൻ യോഗത്തിനകത്ത് വന്നത്, ഈ ഉപദേശി പോലും എന്നെ വിളിച്ചിട്ടില്ല. ഇന്ന് രാത്രി എൻ്റെ വീടിനകത്തോ ഞാൻ മരിക്കാനിരുന്നപ്പോൾ, അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഈ പാട്ട് കേട്ടു. ഈ പാട്ട് കേട്ട സ്ഥലത്തിന് ആ വാഴയുടെ മറവിൽ ഞാൻ വന്നിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഒരുവനെ കണ്ടു. നീ ആരെയാ കണ്ടതെന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ മാതാവ് പറഞ്ഞു, ഞാൻ കണ്ടവൻ എൻ്റെ യേശുവാന്ന് എനിക്ക് മനസ്സിലാ. എൻ്റെ യേശു ജീവിക്കുന്നു. ലജ്ജയില്ലെങ്കിൽ കരമൊന്ന് ഉയർത്തി പറഞ്ഞ യേശു ജീവിക്കുന്നു. പോരാ, ഈ 2 രാത്രി സഭ ഉൾപ്പെടെ ശബ്ദം ഉയർത്തി പറ, യേശു ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, ചില വാക്കുകളൊക്കെ ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്യുക. ദേശത്തെ മുറിവേൽപ്പിക്കാൻ എനിക്ക് മാനസികമായി താല്പര്യമില്ല. അല്ല, ഇത് ഞങ്ങളുടെ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ആമേൻ. സ്തോത്രം. ജീവിക്കുന്നവൻ കണ്ണും തള്ളിയവനല്ല, ജീവിക്കുന്നവൻ നാക്ക് നീട്ടിയവനല്ല, ജീവിക്കുന്ന ശൂലം പിടിച്ചവനല്ല, ജീവിക്കുന്നത് മരിച്ച് കല്ലറയിൽ ഒതുങ്ങിപ്പോയവനല്ല, ജീവിക്കുന്നത് ഐതിഹ്യ പുരുഷന്മാരല്ല, ജീവിക്കുന്നത് ആൾ ദൈവങ്ങളല്ല. ജീവിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അത്ഭുത മന്ത്രിയായവൻ ജീവിക്കുന്നു. ജീവിക്കുന്നവൻ വീരനാം ദൈവമായവൻ ജീവിക്കുന്നു. നിത്യപിതാവായവൻ ജീവിക്കുന്നു. സമാധാനത്തിന്റെ പ്രഭുവായവൻ ജീവിക്കുന്നു. അൽഫയും ഒമേഗയുമായവൻ ജീവിക്കുന്നു. ആദ്യനും അന്ത്യനുമായവൻ ജീവിക്കുന്നു. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ ജീവിക്കുന്നു. തത്വത്തിന്റെ മുദ്രയായവൻ ജീവിക്കുന്നു. സകല പിതാക്കന്മാർക്കും ആദിജാതനായവൻ ജീവിക്കുന്നു. ഷായുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ മുളയായവൻ ജീവിക്കുന്നു. ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവൻ ജീവിക്കുന്നു. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ ജീവിക്കുന്നു. അവൻ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയില്ല, അവൻ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി യേശു ജീവിക്കുന്നു എന്നൊരു ബോധ്യം അകത്തുണ്ടെങ്കിൽ കരകളെ അടിച്ചു കർത്താവിന് നന്ദി പറ. 7 പൊൻനിലവിളക്കുടെ നടുവിൽ നിലയെങ്കി ധരിച്ചവൻ, മാറത്തു പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവൻ, കണ്ണ് അഗ്നിജ്വാലക്കത്തുള്ളവൻ, ഇരുവായ്ത്തലയുള്ള വചനമെന്ന വാൾ വായിൽ വഹിക്കുന്നവൻ, സർവശക്തനായവൻ ഇന്ന് രാത്രി ജീവിക്കുന്നു. ജീവിക്കുന്ന യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ പറ, എന്റെ മുഖം ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്, എന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്, എന്റെ ശാപങ്ങൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്, എന്റെ അന്ധകാരത്തിന്റെ മേഖലകൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. ജീവിക്കുന്ന യേശുവിനെ അരിഞ്ഞ പുൽപ്പുറത്തിനകത്ത് ദൈവത്തിന്റെ മഞ്ഞു തുള്ളികൾ വന്നു വീഴുന്നതിനേക്കാൾ ശക്തിയോടെ ഇന്ന് രാത്രി യേശുവിന്റെ മഹത്വം തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ പറ, എന്റെ യേശു ജീവിക്കുന്നു. കേൾക്കട്ടെ, ദേശം കേൾക്കട്ടെ, യേശു ജീവിക്കുന്ന. സകല പൈശാചിക 33 കോടി ദൈവങ്ങളല്ല, 60,600 അസുരഗണങ്ങളല്ല, 1001 ബലികുണ്ട ദേവതകളല്ല, 101 മന്ത്രമൂർത്തികളല്ല, ഭൂതങ്ങളല്ല, പ്രേതങ്ങളല്ല, കാട്ടുപിശാചിക്കളല്ല. ജീവിക്കുന്ന ഒരുവരേ ഉള്ളൂ, അവൻ പാതാളത്തെ ജയിച്ചവൻ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അഭിഷേകമുള്ളവർ കരമുയർത്തി പറ, യേശു ജീവിക്കുന്നത് കൊണ്ട്. ഉറക്കെ പറ, ഉറക്കെ പറ, യേശു ജീവിക്കുന്നത് കൊണ്ട്. ശബ്ദമുയർത്തി പറ, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ആമേൻ. നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ ഘോഷിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഒരു പിടി തുണ്ടുകയറിനകത്ത് നിന്റെ ജീവിതം അവസാനിക്കില്ല, ഒരു വിശക്കുപ്പി നിന്നെ അവസാനിപ്പിക്കില്ല. യേശു ജീവിക്കുന്നത് കൊണ്ട് നിന്റെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനകത്ത്
അകത്ത് വീട് തകർന്ന് നശിച്ചു പോകത്തില്ല. യേശു ജീവിക്കുന്നത് കൊണ്ട് എന്റെ തലമുറയും ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ 6 അടി മണ്ണിനെ നമ്മളെ ഒതുക്കാൻ കഴിയില്ല. അങ്ങാണും 6 അടി മണ്ണിനകത്ത് നമ്മൾ ഒതുങ്ങിപ്പോയാലും പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ അവസാനത്തെ പിടി മണ്ണ് വാരിയിട്ടേച്ച് പറഞ്ഞു പോകുന്ന ഒരു ദൂതുണ്ട്. അത് പെന്തക്കോസ്തുകാരുടെ മാത്രം ഒരു കുത്തകയുടെ വാക്കാണ്. ദാനിയേലേ, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റ് വരണം എന്ന് വെച്ചാൽ 6 അടി മണ്ണിനെ നമ്മളെ ഒതുക്കാൻ കഴിയില്ല. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ ഞാൻ ആരാധിക്കുന്ന എന്റെ യേശു വീണ്ടും വരുമ്പോൾ കല്ലറകളെ പൊട്ടിച്ച് ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കൾ ചേർന്ന് ശക്തിയോടെ സ്വസാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ സ്വസാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാണ്. ആമേൻ. ശാപത്തിന്റെ ദുഃഖങ്ങൾ അഴിയൂ. അന്ന് രാത്രിയിൽ എന്റെ മാതാവ് തിരിച്ച് സ്വഭവനത്തിലേക്ക് വന്നു. ഒറ്റ മിനിറ്റ് എന്നെ നോക്കിയാട്ടെ. എല്ലാ ശ്രദ്ധകളും എനിക്കറിയാം. ലാസ്റ്റ് 1 മിനിറ്റ് എന്നെ ശ്രദ്ധിച്ചാട്ടെ. അന്ന് രാത്രി എന്റെ മാതാവ് തിരിച്ച് സ്വഭവനത്തിലേക്ക് വന്നു. ആമേൻ. എന്റെ മാതാവ് യേശുവിനെ കണ്ടെത്തിയവളെ തിരിച്ച് സ്വഭവനത്തിലേക്ക് വന്നു. അവിടെ മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇന്ന് രാത്രി സഭയോട് ഞാനൊരു വാക്ക് ഇറങ്ങി പറയാം. ശ്രദ്ധിച്ച ആ വാക്ക് കേൾക്കണം. പെന്തക്കോസി വരുമ്പോ പട്ടുപത്തയാമോ? പെന്തക്കോസി വരുമ്പോൾ ചുവന്ന പരവതാനിയാണോ? പെന്തക്കോസി വരുമ്പോൾ പൂമാലയാണോ? സ്വോത്രാണോ? സ്വോത്രാഴ്ചയാണോ? എന്ന് ആരേലും നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൊടുകയോടെ ഞാൻ പറയാം, പെന്തക്കോസി വരുമ്പോൾ പട്ടുമെത്തയില്ല, ചുവന്ന പരവതാനിയില്ല, പൂമാലയില്ല, സ്വോത്രമില്ല, സ്വോത്രാഴ്ചയില്ല. വിദേശത്തുനിന്ന് പണം ഇല്ലച്ചാ, പിന്നെ ഇതി വന്ന എരിയുന്ന തീച്ചൂളയായിരിക്കും. എന്നാൽ അതിനകത്തൂടെ കയറി ഇറങ്ങിപ്പോകുന്നവനെ പൊന്നുരുകുന്നത് പോലെ സ്വർഗം പുറത്തു കൊണ്ടുവരും. വിശ്വാസത്തിനകത്ത് വന്നതിന് ശേഷം നാട് വിട്ടു പോകേണ്ടി വന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യം. അവിടെ മുതൽ ഞങ്ങൾ സാക്ഷ്യങ്ങൾ ആരംഭിക്കുക. സത്യം ഞാൻ അവിടെ പറഞ്ഞു നിർത്തുക. സ്തോത്രം. കൊട്ടാരക്കരയ്ക്ക് സമീപം ഓടനാവട്ട ദേശത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ നാട് വിട്ടു പോകേണ്ടി വന്നു. അല്ലെങ്കിൽ രക്തബന്ധങ്ങൾ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന്. സ്തോത്രം. വയനാടിന്റെ കാട്ടുപ്രദേശത്തിലേക്കുള്ള ചേക്കേറുകൾ. 3.5 വർഷം അവിടുത്തെ താമസം. വിശ്വാസം ഞങ്ങളെ പഠിപ്പിച്ച നാട്. 3.5 വർഷത്തിന് ശേഷം വയനാട്ടിൽ നിന്ന് തിരിച്ച് കൊട്ടാരക്കരയ്ക്കുള്ള മടങ്ങി വരും. വന്നതല്ല, ആരാണോ ഇറക്കി വിട്ടത് അവർ തിരിച്ചു വിളിച്ചു കൊണ്ടുപോയി. സ്തോത്രം. തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു. ഇന്ന് രാത്രി യേശുവിന്റെ പേരിൽ ഒരു പടിയെങ്കിലും നീ കേട്ടിട്ടുണ്ടെങ്കിൽ ഇരട്ടി മാന്യത നൽകി മാനിക്കുന്നൊരു ദൈവമുണ്ട്. തലമുറകളായി ഞങ്ങളെ നോക്കി നാട്ടുകാർ ചോദിച്ചു, ഇവരുടെ ഭാവി എന്തോ ആകും, ഇവരുടെ വീടെന്താകും. പിരിച്ച് നാട്ടിലൊക്കെ കയറി വന്നപ്പോൾ എൻ്റെ അപ്പൻ ആര്യം ചെയ്ത കാര്യം വീടിന്റെ പണി ആരംഭിച്ചു. നാട്ടിൽ ചെറുപ്പക്കാർ ചോരത്തിളപ്പുള്ളവർ എൻ്റെ അപ്പൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, അർജുന സാറേ, ശാപം വീണ്ടും വിളിച്ചു വരുത്താൻ വന്നതാണോ? ഇനിയും പണി തുടങ്ങിയ മരണം കാണും. എൻ്റെ അപ്പം പറഞ്ഞു, ഇല്ലടാ, ഇനി പണി തുടങ്ങിയ മരണം കാണുകയില്ല. ആമൻ. പണ്ട് കൂടെ ഒരാൾ പണിയാനില്ലായിരുന്നു, ഇപ്പൊ കൂടെ ഒരാൾ പണിയാനുണ്ടെന്ന്. അവർ ചോദിച്ചു, ഏത് എഞ്ചിനീയറാണ് സാറ് കൊട്ടേഷൻ കൊടുത്തേക്ക്? എൻ്റെ അപ്പം പറഞ്ഞു, എല്ലാ പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു എഞ്ചിനീയർ ഉണ്ട്, പുള്ളിക്ക് ഞങ്ങൾ കൊട്ടേഷൻ കൊടുത്തേക്കുക. വീടിന്റെ പണി തുടങ്ങിയച്ചാ. നാട്ടുകാർ നോക്കി, ഇനി എന്നാ മരണം? ഇനി മരണമല്ല, ജീവനും പുനരുത്ഥാനവും ചലിക്കപ്പെടാൻ തുടങ്ങി. ശാപം മുഖത്തെ ദൈവം അടിക്കാൻ തുടങ്ങി യേശുവിന്റെ നാമത്തില്. ആമൻ. ഇന്ന് കൊട്ടാരക്കരയ്ക്ക് സമീപം ഓടനാവട്ട ദേശത്തിലൂടെ നിങ്ങൾ പോയാൽ, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡെർഫിൻ അച്ഛൻ ഇന്ന് രാത്രിയിലെ യോഗത്തിനകത്ത് വന്നിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓടനാവട്ടത്തെ ഞങ്ങളുടെ ചർച്ചിനകത്ത് വന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയൊക്കെ നടത്തിയിട്ടുണ്ട്. ആമൻ. ഇന്ന് ഞങ്ങളുടെ ദേശത്തിനകത്ത് വന്നാൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വീട് കാണാൻ കഴിയും. പരിത്യര വന്നിട്ട് അർജുനൻകുട്ടിയുടെ വീട് നിങ്ങൾ ചോദിച്ചാൽ മതി. അവർ പറയും, അർജുനൻകുട്ടിയുടെ വീടല്ല, ലൈവ് പോകുന്ന വാക്കുകളാണ്. ആമൻ. ഇന്ന് രാത്രി ഒന്നും ഇറക്കി പറയാൻ എനിക്ക് നിർവാഹമില്ല, കയറ്റി പറയാനും എനിക്ക് പ്രമാണമില്ല. കാരണം ബൈബിൾ എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വാക്കുകളുടെ ഗാംഭീര്യം ഇല്ലാതെ ഞാൻ പറയാം. ഇന്ന് ഞങ്ങളുടെ ദേശത്ത് വന്ന് അർജുനൻകുട്ടിയുടെ വീട് വെച്ചാൽ അവരാദ്യം പറയാം, അർജുനൻകുട്ടിയുടെ വീടല്ല, അർജുനൻകുട്ടിയുടെ ദൈവമോ അവരെ മാനിച്ചു. സ്തോത്രം. അതുപോലെ തല ഉയർത്തിപ്പിടിക്കി നിൽക്കുന്ന ഒരു വീട് ഞങ്ങൾക്ക് തന്നു. നാട്ടുകാരുടെ അടുത്ത് ചിന്ത, പിള്ളാരെന്താകുമെന്ന്. എനിക്ക് മുമ്പ് ഒരു സഹോദരിയുണ്ട്, ഇവളെ ജീവിതം എന്താകും? ഇവളുടെ ശാപം പിടിച്ച വീട്ടിൽ നിന്ന് വന്നതാ, ഇവക്ക് ഭാവി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിനകത്ത് ആമൻ, ഇവളെ വിദ്യാഭ്യാസം എങ്ങനെ എത്തത്തില്ല, ഇവക്ക് നല്ല ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് വലിയ ജോലിയൊന്നും കിട്ടിയില്ല. ജർമ്മനി ഹോസ്പിറ്റൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. നിന്റെ പിള്ളേരുടെ ഭാവിയല്ലയോ നാട്ടുകാരുടെ ചിന്ത. പെന്തക്കോസി വന്ന എന്റെ അനുഭവത്തെ ഞാൻ പറയാം, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി മാനിപ്പാൻ ദൈവത്തിന് കഴിവുള്ളവൻ. അടുത്ത നോക്കി ചേച്ചി നോക്കി ചോദ്യം, ഇവിടെ കല്യാണം നടക്കുകയില്ല, ജോലിയൊക്കെ കിട്ടി, അവളങ്ങ് ജർമ്മനി കയറി പോയി, പക്ഷേ ഇവിടെ കല്യാണം നടക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ 13 ദിവസം കൊണ്ടൊരു കല്യാണം ദൈവം കൊടുത്തു. ഞങ്ങൾക്ക് കുറെ അമ്മാവന്മാരുണ്ട്. കൊല്ലത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച കല്യാണം നന്നേ. ആമേൻ. സ്തോത്രം. അതിനകത്ത് 2 അമ്മാവന്മാർ ഫുഡ് കഴിച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ അവർ പറഞ്ഞേച്ചും പോയ ഒരു വാക്ക്, ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെന്ന്. നിന്റെ ദൈവം എന്തെന്ന് ചോദിച്ചാൽ തീറ്റിപ്പിച്ച് മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അടുത്ത ചോദ്യം, ഇവർക്ക് പിള്ളേരുണ്ടാകുകയില്ല.
സ്തോത്രം. കാരണം ശാപം പിടിച്ച വീട്ടിൽ നിന്ന് വന്ന അച്ഛാ വരത്തുപോക്കുള്ള മണ്ണി വീട് വെച്ച് താമസിക്കുന്നവരെ പിള്ളേരുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് കല്യാണം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ചേച്ചിക്ക് ദൈവം ഒരു ആൺ സന്തതിയെ കൊടുത്തു. പേര് ജുവാൻ സാം കെന്നത്തുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്നവൻ 6 വയസ്സുണ്ട്. ആമേൻ സ്തോത്രം. ഏകദേശം 1.5-2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺ സന്തതിയെ കൂടെ ദൈവം കൊടുത്തച്ചാ. പേര് മഹിമാ സാം കെന്നത്തുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺ സന്തതിയും കൂടെ ദൈവം കൊടുത്തു. പേര് മിലാന സാം കെന്നത്തുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ 3 പിള്ളേരുണ്ട് അച്ഛാ. ഇടയ്ക്ക് ചേച്ചി വിളിക്കുമ്പോൾ ഞാൻ പറയും ഇതും കൊണ്ട് നിർത്തണ്ടറി, കുറഞ്ഞത് 6 വേണം. ശാപം പിടിച്ച വീട്ടിൽ നിന്ന് പിള്ളേരുണ്ടാകത്തില്ലെന്ന് പറയുന്ന പിശാചേ, ഉദരം ദൈവം തുറക്കുന്ന ദാനമാമേ. ആ ശാപമുഖം ഇന്ന് രാത്രി അടിയട്ടെ. ഉദരത്തിനകത്തുള്ള ചില ശാപമുഖം യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഇന്ന് രാത്രി ദൂത് സ്വീകരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ പറ. ശാപമുഖം ഇന്ന് രാത്രി അടിയാൻ പോവുക. അന്ധകാര മുഖം ഇന്ന് രാത്രി അടിയാൻ പോവുക. ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയാൻ പോവുക. ദൈവം യേശു അശൂർ എന്ന് പറയുന്ന പാളയത്തെ നോക്കി പറയുക, ഇനി നിന്റെ മുഖം അവൻ ചുമക്കത്തില്ല. അവന്റെ മുഖത്തെ ഞാൻ അടിക്കാൻ പോകുകയാണ്. അവന്റെ മുഖം ഞാൻ അടിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരകളെ ചോർത്തടിച്ച് ശക്തിയോടെ എല്ലാ ശാപമുഖവും അടിയട്ടെ. ഈ സമയം എന്റെ രോഗങ്ങൾക്കകത്തൊരു പ്രാർത്ഥന എനിക്ക് വേണമെന്ന് പറയുന്നവർ അത് സ്ഥലത്തിൽ നിന്നാ മതി. നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നുകൊണ്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. എന്റെ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കണം. എന്റെ ചില ശാപങ്ങളെ അടിയണം. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മാസം എന്റെ വീടിനുള്ള ദൂത ആകെ എന്റെ വീടിനകത്തൊരു ബന്ധനം അടിയണം. അല്ല അത്യാവശ്യം ഒരു പ്രാർത്ഥന വേണമെങ്കിൽ ഇന്ന് രാത്രി